വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അപ്പോൾ ഈശോ ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത്. എന്തെന്നാൽ അവർ പറയുന്നു, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ളതും ദുർവഹവുമായ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവെച്ചു കൊടുക്കുന്നു. അവർ വിരൽ കൊണ്ട് പോലും അവ നീക്കാനാകട്ടെ തയ്യാറാകുന്നുമില്ല. മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും മനുഷ്യരാൽ റബ്ബി എന്ന സംബോധനയും അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഗുരു ഒന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ, സ്വർഗസ്ഥനായവൻ. നിങ്ങൾ ആചാര്യന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ആചാര്യൻ ഒന്നേ ഉള്ളൂ, മിശിഹ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 വാക്യങ്ങൾ 50 മുതൽ 57 വരെ. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. സഹോദരരെ, ഞാൻ പറയുന്നത് ഇതാണ്: മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെയും അവകാശപ്പെടുത്തുകയില്ല. നോക്കൂ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഒറ്റ നിമിഷത്തിൽ അവസാന കാഹളത്തിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിക്കേണ്ടിയിരിക്കുന്നു. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി.